ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. വന്യജീവി സംഘർഷം നേരിടാൻ റാപ്പിഡ് റെസ്പോൺസ് ടീം ഏകദിന പരിശീലനം നടത്തി. ചേലക്കര മേഖലയിലെ വന്യജീവി ഭീഷണിക്കെതിരെ വനം വകുപ്പ് രൂപം നൽകിയ സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനകൾക്ക് ഏകദിന പരിശീലനം നടത്തി. വന്യജീവി സംഘർഷം നേരിടാൻ റാപ്പിഡ് റെസ്പോൺസ് ടീം പരിശീലനത്തിന് തുടക്കമായി. ചേലക്കര മേഖലയിൽ വന്യജീവികളിൽ നിന്നുമുള്ള ഭീഷണി നേരിടുന്നതിനായി വനം വകുപ്പ് രൂപം നൽകിയ സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനകൾക്ക് റാപ്പിഡ് റെസ്പോൺസ് ടീം ഏകദിന പരിശീലനം നൽകി. മിഷൻ PRT എന്ന പേരിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച പരിശീലനം യുവർ പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. വരുന്ന ആപത്തുകളെ തടയാൻ വനവകുപ്പ് മാത്രം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കഴിയുന്നതല്ല, മറിച്ച് നാട്ടിലെ നമ്മൾ പൊതുജനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയേഴ്സുമായി അവരെ തിരഞ്ഞെടുത്ത് പ്രത്യേകം പരിശീലനം കൊടുത്ത് അവരെ രംഗത്തിറക്കി നമുക്ക് പ്രാഥമിക പ്രവർത്തനങ്ങൾ നടത്തി ആന വരും എന്നറിഞ്ഞാൽ വരുന്നുണ്ട് എന്നറിഞ്ഞാൽ അവിടെ ചെയ്യേണ്ട പ്രാഥമികമായി നടത്തേണ്ട ഇടപെടൽ നടത്തി വനവകുപ്പിന് വിവരം കൊടുത്താൽ വനവകുപ്പ് വന്ന് അവരെ ഉൾക്കാടുകളിൽ കയറ്റിവിടുന്ന ഒരു പ്രവർത്തനം സജീവമായി നമുക്ക് ഏറ്റെടുക്കാൻ ഒരു സംവിധാനം ആലോചിക്കണം എന്നതിപ്പോഴാണ് ഇങ്ങനെ വിവിധ യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചേലക്കരയിൽ വിളിച്ചു കൂട്ടിയപ്പോൾ ആ യോഗത്തിനകത്ത് ഇത്തരം ഒരു ആശയം വന്നത്. പ്രാദേശിക തലത്തിൽ ഇടപെടാൻ ഒരു ഫോഴ്സ്, ആ ഫോഴ്സിന് ആവശ്യമായ ട്രെയിനിങ് വനവകുപ്പ് ഞങ്ങൾ കൊടുത്തോളാം. അത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഇടയിൽ നിൽക്കുന്ന ആളുകളല്ല, ആരുടെ മുമ്പിലും തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളുകളായി അവർ ഉണ്ടാവണം. അപ്പോൾ അവർക്ക് പ്രത്യേകം ബാഡ്ജും അവർക്കൊരു മഴക്കാലത്താഴ്ചയിൽ കോട്ടും അതുപോലെ തന്നെ ഈ രാത്രി സമയങ്ങളിൽ ഇടപെടാൻ ടോർച്ച് ഉൾപ്പെടെയുള്ള അത്തരം ഉപകരണങ്ങളെല്ലാം അവർക്ക് ശേഖരിച്ചു കൊടുത്ത് ഇടയ്ക്ക് കൂടെ പരിശീലനം കൊടുത്ത് ഇത് ആന മാത്രമല്ല നമുക്ക് മറ്റ് വന്യമൃഗങ്ങളെ ജനങ്ങൾക്ക് ആപത്ത് വരാത്ത രീതിയിൽ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പോൾ പാമ്പ് ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇപ്പോൾ ഈ പാമ്പുമായി ബന്ധപ്പെട്ട് അതിനെ തടയാനോ പിടികൂടാനോ ഒന്നും ചിലപ്പോൾ ഒരു പരിശീലനം. അപ്പോൾ നേരത്തെ CCF പറഞ്ഞത് നമുക്ക് ഭാവിയിൽ അതും കൂടെ അവർക്കൊരു ട്രെയിനിങ് കൊടുത്ത് ആ പ്രദേശത്ത് ആപത്ത് വന്നാൽ അവിടെ നമുക്ക് കയറി ഇടപെടാം. വനവകുപ്പ് ചെയ്യേണ്ട പ്രാഥമിക പണി നമുക്കത് ഏറ്റെടുത്താൽ ചെയ്ത് പിന്നെ വനവകുപ്പിനെ അറിയിക്കുകയും കൈമാറി കൊടുക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതും കൂടെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നതാണ് അപ്പോൾ നമുക്ക് ചർച്ചയിൽ ആലോചിച്ച് വന്നത്. തൃശൂർ വനം ഡിവിഷന് കീഴിൽ വരുന്ന മച്ചാട് വനം റേഞ്ചിലെ 13 വാർഡുകളിലെ പ്രാഥമിക പ്രതികരണ സേനാംഗങ്ങൾക്കാണ് പരിശീലനം നൽകിയത്. ഒരു വാർഡിൽ നിന്നും 15 പേർ വീതമടങ്ങുന്ന സംഘമാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. ഈ ടീമിന് ആവശ്യമായ ഉപകരണങ്ങളും യൂണിഫോമും നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനായി സോളാർ വേലി നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും വന്യജീവി സാന്നിധ്യമുണ്ടായാൽ സേനയുമായി ബന്ധപ്പെടുന്നതിനുള്ള സംവിധാനങ്ങളും AI സാങ്കേതിക വിദ്യയും ഒരുക്കുമെന്നും MLA പറഞ്ഞു. മോബ് കൺട്രോൾ, പ്രഥമ ശുശ്രൂഷ, വന്യജീവി സംഘർഷ ലഘൂകരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് പരിശീലനം നൽകിയത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അർഷഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ സെൻട്രൽ സർക്കിൾ വനം ചീഫ് കൺസർവേറ്റർ ഡോക്ടർ R ആടലരശൻ മുഖ്യാതിഥിയായിരുന്നു. അപ്പോൾ അന്നത്തെ മീറ്റിംഗിൽ കളക്ടർ വരാൻ പറ്റിയില്ല. കളക്ടറുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു, പോലീസ് വിഭാഗത്തിലുണ്ടായിരുന്നു, ഫയർഫോഴ്സ്, കൃഷി വകുപ്പ്, ഇങ്ങനെ എല്ലാവരും വരുമ്പോൾ ഇത് ഒരു ടോട്ടാലിറ്റി ഹോളിസ്റ്റിക്കായിട്ട് നമുക്കൊരു പൂർണ്ണമാകുന്നുണ്ട് ഈ കാര്യങ്ങൾ. അതിൽ മെയിനായിട്ട് വനംവകുപ്പ് ഡെക്കാ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 10 മിഷനുകളാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഒരു മിഷനാണ് ഈ പ്രൈമറി റെസ്പോൺസ് ടീം. ഞാനിപ്പോൾ കേരളത്തിൽ 2011 ജോയിൻ ചെയ്തപ്പോൾ ഐ എം ഫ്രം തമിഴ്നാട്, ട്രിച്ചിയാണ്. 5 RRT മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ RRTകളുടെ എണ്ണം കൂടി, ആൾമോസ്റ്റ് ഒരു 30 RRT കേരളത്തിലേക്ക് വന്നു. അത് പെർമനൻ്റ് RRT ആണെങ്കിലും താൽക്കാലിക RRT ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാൻ എല്ലാ സ്ഥലങ്ങളിലും തുടങ്ങിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MK പത്മജ, V തങ്കമ്മ, ഗിരിജ മേലെടുത്ത് തുടങ്ങി നിരവധി ജനപ്രതിനിധികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നിവിടെ ഈ വളണ്ടിയർ ട്രെയിനിങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ മുന്നിലുള്ളത് ഭയവിഹുലമായ ഒരു സാഹചര്യം തന്നെയാണ്. കാട്ടാനകൾ പഴയന്നൂരിലും അതുപോലെ തന്നെ ചേലക്കരയും പാഞ്ഞാളിലും ഉള്ളൂർക്കരയിലുമുള്ള വനപ്രദേശങ്ങളിൽ
തൊട്ടടുത്ത ദിവസങ്ങളിലായി വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന സാന്നിധ്യം ഉണ്ടാവുകയാണ്. വന്യജീവി അതുപോലെ തന്നെ മനുഷ്യരും തമ്മിലുള്ള സംഘർഷം സംജാതമാകുന്നതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്, ഘടകങ്ങളുണ്ട്. അതൊക്കെ തന്നെ ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കണം എന്ന് കരുതുന്നില്ല. പക്ഷേ നമ്മുടെ പ്രദേശത്ത് നമുക്കറിയാം, നമ്മുടെ ഓർമ്മയിൽ ആദ്യമായി ചേലക്കര പഞ്ചായത്തിൻ്റെയും എടനാട് പ്രദേശത്തും ഒക്കെയാണ് ആദ്യമായി ആനയുടെ സാന്നിധ്യവും അതുപോലെ തന്നെ ആന കാടിറങ്ങുന്ന സ്ഥിതിയും ഉണ്ടായത്. CCV ന്യൂസ് ചേലക്കര.